അച്ചായൻസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ആദ്യമേ ഒന്ന് പരിചയപ്പെടാം. ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 2 ഗ്ലാസ് പൊട്ടുപൊടിയാണ്. അപ്പോൾ ഇതൊരു 3 പേർക്ക് 4 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന പിടി കിട്ടും. ഇപ്പോൾ 2 ഗ്ലാസ് പൊട്ടുപൊടിക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു 6 ഗ്ലാസ് വെള്ളമാണ്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു അരമുറി തേങ്ങ, ഒരു മീഡിയം തേങ്ങ അരമുറി ചിരകി വെച്ചിരിക്കുന്നു. എടുത്തിരിക്കുന്ന ഒരു 1/2 ഗ്ലാസ് കുത്തരി, അത് കഴുകി വാരി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്ന ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന ജീരകം ഒരു 1.5 സ്പൂൺ ജീരകം, ചെറിയ ജീരകം ഒരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ, 3-4 സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് നമുക്ക് ഈ പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ആദ്യമേ തന്നെ ഈ കുത്തരി വറുത്ത് പൊടിച്ച് എടുക്കണം. നമുക്ക് അതിൻ്റെ പരിപാടികൾ നോക്കാം. ഇപ്പോൾ ഒരു ചീഞ്ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ കുത്തരി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വെറുതെ അങ്ങ് വറുക്കുന്നുള്ളൂ കേട്ടോ, എണ്ണ ഒഴിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇതൊരു 3-4 മിനിറ്റ് കൊണ്ട് ഇത് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പം അങ്ങനെ പൊട്ടി ഒരു വറുത്ത് വരും. നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ കളർ എത്തുന്ന ആ സമയമുണ്ട്. ആ സമയത്തുമ്പോൾ നമ്മളത് നിർത്തിയിട്ട് പൊടിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഒക്കെ എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഇത് ചേർത്ത് കഴിയുമ്പോൾ പിടിക്ക് നല്ലൊരു ടേസ്റ്റ് വരും. നമ്മുടെ അവലോസ് പൊടിയുടെയൊക്കെ ഒരു കോമ്പിനേഷൻ ആവുമ്പോൾ. അപ്പം അത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. നമുക്കത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് മിക്സിയിൽ ജാറിൽ പൊടിച്ചെടുക്കാം. പിന്നെ നമുക്ക് തണുക്കാൻ മാറ്റി വയ്ക്കാം കേട്ടോ. തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വെള്ളം ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ 6 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ചൂടാക്കാൻ വെച്ചിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതിനകത്തേക്ക് ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ചെറിയ ജീരകം എടുത്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം കേട്ടോ. ഒരു സ്പൂൺ, 1-1.5 സ്പൂൺ ഉണ്ട് അത്രയും ചെറിയ ജീരകം. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്നത് നമ്മുടെ വെളുത്തുള്ളി, 2 വെളുത്തുള്ളി അല്ലി, അത് നമ്മൾ ചേർത്ത് കൊടുക്കട്ടെ. അത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ തേങ്ങ, ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. അരമുറി തേങ്ങകളും ഉണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് വെളിച്ചെണ്ണ ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ വെള്ളത്തിനകത്തേക്കാണ് എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ, 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ അതിനകത്ത് ഇനി ഉപ്പ് ചേർക്കുന്നില്ല. അപ്പം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടായിരിക്കണം. ഉപ്പ് 1 സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പം നമുക്കത് തിളയ്ക്കാം. ഇപ്പം അത് തിളച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു. നമ്മൾ നോക്കി വയ്ക്കണം, ഒത്തിരി തിളച്ചത് പുറത്തേക്ക് തൂകി പോകാതെ നമ്മൾ നോക്കണം കേട്ടോ. ഇത് തേങ്ങാപ്പാൽ ഇതെല്ലാം കൂടെ തേങ്ങയൊക്കെ ഉള്ള കാരണം അത് തിളച്ച് പുറത്തേക്ക് പോകും. ഇനി നമുക്ക് മാവ് കുഴയ്ക്കാം. ഇപ്പം അരിപ്പൊടിക്കകത്തേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച കുത്തരി അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ ബോൾസിനൊക്കെ ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കും. ഇനി നമ്മൾ അതിനകത്തേക്ക് തിളച്ച വെള്ളം ചേർത്ത് വെച്ച് നമ്മൾ കുഴക്കുക കേട്ടോ.
നമ്മൾ ചൂടാക്കി തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമുക്കത് കുഴക്കണം. നല്ല ചൂടായത് കാരണം നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റത്തില്ല. സ്പൂൺ കൊണ്ട് നമ്മളത് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കത് കുഴച്ചെടുക്കാം. ഇതിൻ്റെ ഒരു പകുതി ഭാഗം വെള്ളത്തോളം ഈ പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വേണം കേട്ടോ. ഏകദേശം പകുതിയോളം വെള്ളം എടുക്കുന്നുണ്ട്. നമ്മുടെ പുട്ടുപൊടിയുടെ അനുസരിച്ചിരിക്കും. ചില പുട്ടുപൊടിയാണെങ്കിൽ കുറച്ച് വെള്ളം മതി എന്ന് തോന്നും. ഇതിപ്പോൾ നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യുന്ന പുട്ടുപൊടിയാണ്. ഒത്തിരി ലൂസായിട്ടല്ല കുഴയ്ക്കുന്നത്. നമുക്ക് ബോളൊക്കെ പിടിക്കാൻ പാകത്തിന് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. അവസാനം നമുക്ക് ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ടും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം. ശരിക്കെടുത്ത് കുഴയ്ക്കാനൊന്നും പറ്റത്തില്ല, നല്ല ചൂടായിട്ടിരിക്കുന്നതാണ്. നമ്മൾ കൈ കൊണ്ട് നമുക്ക് ഞെക്കി വെക്കുക കേട്ടോ. എല്ലാം ശരിക്കും ഞെക്കി കുഴച്ചതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഞെക്കി താത്തി വയ്ക്കാം. ഇത്ര മതി. ഇനി നമുക്ക് അതിൽ നിന്ന് ചെറിയ ബോൾ നമുക്ക് പിടിച്ചു തുടങ്ങാം. ചൂടാകാൻ നിൽക്കേണ്ട ഇപ്പം തന്നെ നമുക്ക് ബോൾ പിടിക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ആ അരി വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നത് നമ്മൾ അതിനകത്തേക്ക് ആ പ്ലേറ്റിനകത്തേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക. മെയിനായിട്ട് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷേ അത് നമ്മൾ പുട്ടുപൊടി തന്നെ അങ്ങനെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. നമുക്കൊരു ടേസ്റ്റ് ഇച്ചിരി കൂടുതൽ കിട്ടും. അതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ബോളൊക്കെ പിടിച്ച് വെക്കാം കേട്ടോ. ഇനി ബോൾ പിടിച്ചിട്ട് അവസാനം ഒരു ഇച്ചിരി മാവ് നമ്മൾ മിച്ചം വെക്കും കേട്ടോ. ഒരു 8 ബോളിൻ്റെ മാവൊക്കെ അത് നമ്മൾ ഇതുപോലെ ആ ചൂടുവെള്ളം ഒഴിച്ചിട്ട് തന്നെ നമ്മൾ കലക്കി വയ്ക്കും. അതുപോലെ നമ്മൾ ആ അരി വറുത്ത് പൊടിച്ചതല്ലേ, അതും കൂടെ ഇട്ടിട്ടാട്ടോ കലക്കി വയ്ക്കുന്നത്. അപ്പോൾ നമ്മളത് കലക്കി വെച്ചു. ബാക്കി ബോൾസും ഇതെല്ലാം പിടിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ആ വെള്ളം ഇനിയും ഉണ്ട്. ആ വെള്ളം ഇനി നമ്മളൊരു ഉരുളിക്കകത്തേക്ക് ഒഴിച്ച് തിളപ്പിക്കുകയാണ്. ആദ്യമേ തിളച്ചാണ് നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് തിളച്ച് വരണം. ഈ വെള്ളം നമുക്ക് പോരാട്ടോ. നമുക്ക് ഇതിനകത്ത് ബോൾസ് മുങ്ങിക്കിടക്കില്ല. അത് കാരണം നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കണം. 1 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്കിലേ പിടിയുടെ ബോൾസ് എല്ലാം മുങ്ങിക്കിടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ അഡീഷണൽ വെള്ളം ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ ഉപ്പൊക്കെ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ വെള്ളത്തിൻ്റെ. നമുക്കിനി ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ബോൾസ് അതിനകത്തേക്ക് ഇട്ട് നമുക്ക് ബോൾസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അതിനകത്ത് ചേർത്തിരിക്കുന്ന ആ പൊടി നമ്മളിപ്പോൾ അതിനകത്തേക്ക് ഇടുന്നില്ല കേട്ടോ ഒത്തിരി. അത് നമുക്ക് ലാസ്റ്റ് ഒരു ടേസ്റ്റ് മേക്കർ പോലെ ഏറ്റവും അവസാനം നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഒത്തിരി ഇളക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പം അതൊക്കെ നമ്മൾ അതിനകത്തേക്ക് വെള്ളത്തിനകത്തേക്ക് ഒന്ന് മുക്കി വെക്കുന്നേ ഉള്ളൂ. ഇനി നമുക്കൊരു 8 മിനിറ്റൊക്കെ നമുക്കത് മൂടി വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിയായിരുന്നു, കുഴപ്പമില്ല. അപ്പം അതൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ശരിക്കും. ഇപ്പം നമുക്കിനി ഇളക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനി അത് പൊടിഞ്ഞു പോവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതായിട്ടിരിക്കും. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് മറ്റേ കലക്കി വെച്ചിരിക്കുന്ന മാവ്, ആ അരിമാവും കൂടെ ചേർത്ത് ഇനി അതും കൂടെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പിടി റെഡിയായി. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഒരു പാടുള്ള ഒരു റെസിപ്പിയൊന്നും അല്ല, പക്ഷെ ടേസ്റ്റ് നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന നമുക്കിപ്പോൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാവ്, ഒരു 10 ബോളിൻ്റെ മാവൊക്കെ ഉള്ളൂ, ഒത്തിരി മാവ് വേണ്ട.
ഒരു 5-8 മോൾഡ് മാവാണേലും മതി. അതും അരിപ്പൊടി വറുത്ത് കുത്തിരി വറുത്ത് പൊടിച്ചത് അതിങ്ങനെ ആ വെള്ളത്തിൽ കലക്കിയതാട്ടോ അത്. ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ നന്നായിട്ട് കുറുകി ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇനി ഒത്തിരി താമസമൊന്നുമില്ല. അത് തിളയ്ക്കുന്ന വഴിയെ തന്നെ ആ പൊഴിച്ചേക്കുന്ന ചാറ് പെട്ടെന്ന് വേകും. ഇപ്പം നമ്മൾ ലാസ്റ്റത്തെ ആ ടേസ്റ്റ് മേക്കർ പോലെ ആ പൊടി അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളിത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 1 മിനിറ്റ് 2 മിനിറ്റിൻ്റെ ചെറുതായിട്ട് അവരുടെ ഒന്നുകൂടി ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് വെച്ചേക്കും. ഇപ്പം ആറി കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഇത് കുറുകും, കട്ടയായിട്ടിരിക്കും. നമ്മൾ ഒത്തിരി അങ്ങോട്ട് ഇതാക്കേണ്ട കാര്യമില്ല, ലൂസ് ഒത്തിരി അങ്ങോട്ട് വറ്റിക്കേണ്ട കാര്യമില്ല വെള്ളം. നമ്മൾ പിടിയുടെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ പിടി ഉണ്ടാക്കി നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പുറത്തുനിന്നൊന്നും പിടി കഴിക്കുന്നൊന്നും ഇഷ്ടപ്പെടില്ല. അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളൊരു പിടിയാണിത്. നമ്മുടെ പിടി ഇപ്പം ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം. അപ്പം തീയൊക്കെ ഓഫ് ചെയ്തു. ഇതാണ് നമ്മുടെ പിടിയുടെ അവസ്ഥ. ഇത് ചെറു ചൂടോടുകൂടി നല്ല ചിക്കൻ കറിയോ ബീഫ് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ഇതാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കൊക്കെ ആയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് ഇതിപ്പം സെർവ് ചെയ്യാനായിട്ട് എടുക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കറിയൊക്കെ കൂട്ടി ഇതാണ് ഇപ്പോഴത്തെ ഒരു ഇത്. ചെറു ചൂടോടുകൂടി നമ്മൾ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു. ബൈ.